കേരള ഫുഡ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ബീഫ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനാദ്യം ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച സവാള, 20 ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പില, ചെറുതായി മുറിച്ച 2 മുളക്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 6 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ചി ചതച്ചത് കൂടിയും ഇട്ട് നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഒന്നൊന്നായി ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വേവിക്കുക. ഇടയ്ക്കൊന്ന് 1-2 തവണ കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതാണ്. ഇറച്ചി ഒന്ന് വെന്ത് കുറുകി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി 10 മിനിറ്റ് കൂടി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ടതാണ്. ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് പെപ്പർ റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. അപ്പത്തിൻ്റെ ഒടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും നമുക്ക് കഴിക്കാം. അടുത്ത അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.